ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാണ്ട് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കിടിലൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നാടൻ വറ്റ. ഇതാണ് സാധനം. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. രണ്ട് നാടൻ വറ്റയുടെ തല കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇന്ന് മുളകിട്ട് നല്ലപോലെ കുഴമ്പ് പോലെ നമുക്ക് വെക്കാം. ഇവനാണ് ഇന്നത്തെ ഐറ്റം. ഇവനെ വെട്ടി റെഡി ആയിക്കൊണ്ട് നമുക്ക് ഇപ്പം വരാം. ഇവനാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. പിന്നെ നമുക്ക് വെട്ടി നല്ല വൃത്തിയായിട്ട് വെട്ടി കഴുകിയെടുക്കാം. നമുക്ക് ഇത് വീഡിയോ വെട്ടിയിട്ട് നമുക്ക് കാണാം. വെട്ടാഴ്ച താമസമാണ്, തലയായതുകൊണ്ട് എല്ലാം വൃത്തിയായിട്ട് ചെത്തണം. പിന്നെ ചെത്തി നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. ട്രോളിങ് ഒക്കെ കഴിഞ്ഞോണ്ട് ഇവരെ നല്ല സാധനം കിട്ടും. ഫ്രഷ് ഐറ്റമാണ് ഇത്. വെട്ടുമ്പം തന്നെ അറിയാം, നല്ല രസമുണ്ട് കാണാനും. ഇത് 5.5 കിലോയുടെ വറ്റയാ. അതിൻ്റെ തലയായത്. ബാക്കി മീനാൻ വിറ്റ് കാശാക്കി. ഇത് തലയാണെങ്കിൽ ഇത് തലയ്ക്കായിട്ട് സ്പെഷ്യലായിട്ട് തലക്കറി ഒന്നായിട്ടിട്ട് വെക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇനി എടുത്തതാണ്. അത് നല്ല പച്ച മീനാണ് കേട്ടോ, നല്ല സൂപ്പർ മീനാണ്. ഒരു തല വെട്ടിക്കഴിഞ്ഞു, രണ്ടാമത്തെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതും റെഡിയാക്കിയിട്ട് നമുക്ക് പറഞ്ഞാൽ അടുത്ത വീഡിയോ കാണാം. ഇതിനകത്ത് ശാല ഉപ്പും കൂടെ ഇട്ട് വെട്ടി തേച്ചെടുക്കണം. നല്ലപോലെ ഉളുമ്പൊക്കെ കളയാനായിട്ടാണ് തേക്കുന്നത്. നല്ല ചോരയും ഉളുമ്പും എല്ലാം ഇവിടെ പോകാൻ വേണ്ടി തേച്ചെടുക്കണം. നമുക്ക് തേച്ച് കഴിഞ്ഞു നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകായിരിക്കും. കഴുകിയിട്ട് കാണാം. ചുമ്മാരെ രണ്ടിനെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് പോകാം. നമുക്ക് അടുത്ത പച്ചക്കറി ഏരിയ. ആദ്യം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. കൊച്ചുള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കുക. ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. അത് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കുക. വെളുത്തുള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ഫസ്റ്റ് ഇതിനെ സെറ്റപ്പ് ആക്കാനായിട്ട് നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ചേക്കാം. പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ കടുകിനെ ഇട്ട് കൊടുക്കാം. എല്ലാവരും കടുകൊന്നും ഇടത്തില്ല, പക്ഷെ പഴയ ആൾക്കാരൊക്കെ കടുക് ഇടും. നല്ല സൂപ്പറായിട്ട് നല്ല മണമായിരിക്കും കടുക് ഇട്ടാൽ. ഉലുവയും കൂടി ഇട്ട് കൊടുക്കും. ഉലുവ അവനും കൂടെ അങ്ങോട്ട് മൂക്കട്ടം. പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് പൊട്ടാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കും. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടെ ഇടാം. ഉള്ളി ഐറ്റങ്ങളായതുകൊണ്ട് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴലാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയിൽ ഒന്ന് വഴലാൻ വേണ്ടി നമുക്ക് അടുത്ത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം വഴലാക്കി
നമുക്ക് ഈ പുളിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടി, പുളിപ്പ് ഇറങ്ങാൻ വേണ്ടി പുളിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ ആദ്യം വെള്ളവുമായിട്ടാണ് ഒഴിക്കുന്നത്. ഇത് പുളി ഇടുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ പുളി വരെ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ അകത്ത് കറവലൊക്കെ അങ്ങ് മാറും. മറ്റേതാണെങ്കിൽ പച്ചയായിട്ട് ചോദിക്കും, ഇത് പച്ച കഴിക്കത്തില്ല. നമുക്ക് ലാസ്റ്റ് ഞാൻ കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ല കരിവേപ്പിലയാണ്. ആവശ്യമുള്ള കരിവേപ്പില ഇട്ട് കൊടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ നല്ല ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് മസാലക്കൂട്ടം ഇട്ട് കൊടുക്കാം. ആദ്യമാണെങ്കിൽ ഒരു 3 ഐറ്റം ഇതിടാം. മല്ലിപ്പൊടി 3 സ്പൂണ്, 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ചെറിയ സ്പൂണാണ് 1 സ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു 4 സ്പൂൺ ഇടുവാണ്. 4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. വെച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയൊരു കുത്തൽ വേണ്ട. ഞാൻ കുരുമുളക് പൊടി കൂടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. പച്ചിപ്പൊന്ന് മാറാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കും. മണം അടിച്ചു തുടങ്ങി, പച്ചിപ്പ് മാറിയതിൻ്റെ മണം അടിച്ചു തുടങ്ങി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ പാത്രം. പിന്നെ തിളച്ചൊന്ന് നമുക്ക് നോക്കാം. നല്ല മണം അടിക്കുന്നു. നല്ല തിളച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐറ്റത്തിനെ അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. നല്ല തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഐറ്റം ഇടാൻ പോവാണ്. രണ്ടും കൂടെ അങ്ങോട്ട് കിടക്ക. എൻ്റെ മേളിലോട്ട് ഇച്ചിരി ഗ്രേവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ല് താണ്ട് ഒന്നായിട്ടുള്ളതായതുകൊണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അടച്ചു വെച്ചേക്കാം. എന്നുവെച്ചാൽ അവരൊന്ന് വേകട്ടെ. ഇതിൽ ഒന്നായിട്ടുള്ളതായതുകൊണ്ട് തലയാണ്ട് ഇത് വേഗണം, നല്ല വേഗണം. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. ഇവനെ നമുക്ക് തുറന്നു നോക്കാം. മണോടാ ഇത്. ഇവനെ വലുതായണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താലോ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് ഒന്ന് വേകാൻ വേണ്ടി. ഒന്നില്ലല്ലോ, തവിയിലൊന്നും താങ്ങത്തില്ല. ക്രെയിൻ കൊണ്ടുവരേണ്ടി വരും. ഇതും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് ഒന്ന് വേകാൻ വേണ്ടി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ മണ്ടയിലോട്ട് ഈ ഗ്രേവി എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല മണമുണ്ട്. കപ്പ റെഡി ആയിട്ടുണ്ട്. ഭാര്യ കപ്പയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. അത് റെഡിയാക്കി ഞാൻ മീൻകറിയും വെച്ചു വെക്കാനായിട്ട് വന്നു. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പിടുത്തം പിടിക്കണം ഉച്ചയ്ക്കത്തേന്. പിന്നെ ഈ ഒരു സൈഡും കൂടെ വേകാനുണ്ട്. ഇവനെ ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇവനെ ഒന്ന് തുറന്നു നോക്കാം. എന്താ മണം അവിടെ, സൂപ്പർ മണം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മേലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം.
ആ മണം കേട്ടിട്ട് കൊതിയാവുന്നു. സൂപ്പർ മണം. ഇത് ഒരു സ്പെഷ്യലായിട്ട് രണ്ട് ഈ കരിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുക. ആണ്ട ഈ കരിവേപ്പില ഇവിടെ ഇട്ടിട്ട് ഗ്രേവി എൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കുക. വാടാൻ വേണ്ടി കരിവേപ്പില. അത് ഇച്ചിരി മണമായിരിക്കും. കരിവേപ്പിലയുടെ ഒക്കെ മണം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മണമുണ്ട്. പിന്നെ ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു. നല്ല ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഇതിനെ കൊണ്ട് കൂടെ ഒരു സാധനം കൂടെ ഉണ്ട്, കപ്പയുണ്ട്. കപ്പ നമുക്ക് വിളമ്പാൻ പോയാലോ. എന്നിട്ട് ഇതിനെ അതിൻ്റെ മണ്ടയിലോട്ട് വെക്കാം. നമുക്ക് കപ്പ നമ്മുടെ പാത്രത്തിലോട്ട് വെക്കാം. നമ്മുടെ പാത്രം എന്ന് പറഞ്ഞാൽ ഇലയാണ്. ഇവിടുന്ന് വെട്ടിയ ഇലയാണ് പാത്രം. നമുക്ക് ഇവൻ്റെ പുറത്ത് മേളിലോട്ട് നമ്മുടെ സാധനം ഇട്ട് കൊടുക്കാം. സ്പെഷ്യൽ സാധനം ഇട്ട് കൊടുക്കാം. JCB കൊണ്ടുവരണമെന്ന് തോന്നുന്നു പൊക്കാനായിട്ട്. ആയി എത്തി പോകല്ലേ, നല്ല ചൂടുണ്ട്. പാടാമോനെ ഇവിടെ ഇരിക്കടാ. നമ്മുടെ സാധനം ഇവിടെ കപ്പയുടെ മേളിൽ വന്നിരിക്കുകയാണ്. അടുത്തവനെ കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ വെക്കാം. ഫാമിലിയായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. ഫാമിലിയായിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഇവനെ കൂടെ ഇങ്ങോട്ട് വെച്ചു. ഇതിൻ്റെ മണ്ടലോട്ടെ കുറച്ച് നമുക്ക് ചാറ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ചാറ് ഒഴിച്ചു കൊടുത്തിരിക്കും. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവരെ രണ്ടായിട്ടൊന്ന് പുളന്ന് നോക്കാം എങ്ങനെ എന്തോന്ന്. ആ ഇത് സൂപ്പർ സാധനമാണ്. അയ്യവ എൻ്റെ മോനും കൂടെ ഉണ്ട്. മോനെ കൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യിക്കുന്നത് ഇന്ന്. എന്ന് പറഞ്ഞാൽ മോടെ ഭർത്താവ് മരുമോൻ. മോനെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. കപ്പയും മീനും ഒന്നും വലുതായിട്ട് ഇതുപോലെ കിട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ഇന്ന് ഞാൻ വിളിപ്പിച്ചതാണ്. ഇന്ന് രാവിലെ വന്നു. രാവിലെ ഞാൻ കപ്പയൊക്കെ റെഡിയായി, മീൻകറിയൊക്കെ റെഡിയായി. ഇപ്പോൾ ആൾ വന്നു. വേണ്ട ഇപ്പം ആളിനെ കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കഴിച്ചു നോക്കി. അത് നന്നായിരുന്നു. നല്ല ആണോ? എരിവും പുളിയൊക്കെ എങ്ങനെയല്ല? നല്ല കറക്റ്റായിരുന്നു. നല്ലതാണോ? ഇവിടെ ഇത് തലക്കറി എന്ന് പറഞ്ഞാലേ നല്ല ഉപ്പും മുളകും പുളിയൊക്കെ പിടിക്കണം. എന്നാലും ഒരു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിച്ചാൽ ഒന്ന് നല്ല ടേസ്റ്റാണ്. ഇപ്പൊ തന്നെ അതിന്റെ പുളിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അത്ര നേരം കിടന്ന് വെന്തപ്പോഴേ. നിങ്ങളുടെ അവിടെയൊക്കെ ഇത് ഉണ്ടാക്കുക? ഗൾഫിലൊക്കെ ഇത് ഉണ്ടാക്കുക തലക്കറി? ഇവിടെ കിട്ടും. നമ്മുടെ വീട്ടിൽ വരണം. ഇതൊന്നും പറ്റൂല. നമ്മളതിനൊന്നും മെനക്കെടുത്തൂല്ല ഇത്ര. അപ്പൊ ഞാനും ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മരുവൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ല ഇതാണെന്ന് പറഞ്ഞു. കപ്പയും മീനും എല്ലാം കൂടെ എടുത്ത് ഒന്ന് നോക്കാം. എൻ്റെ അമ്പമ്പോ ഒരു രക്ഷയില്ല. എന്നാ മീനാടാ ഇത്? വറ്റെന്ന് പറഞ്ഞാൽ ഇത് വറ്റ തന്നെ, നെമ്മിനെ പോലെ ഇരിക്കുന്നു. വറ്റക്കറി എന്ന് പറഞ്ഞാൽ നെമ്മീൻ കറി തോറ്റുപോകും. അതുപോലത്തെ സൂപ്പർ സാധനം കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ഇതുപോലെ വലിയ തലയൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ ഇതുപോലെ ഒന്നായിട്ട് ഉണ്ടാക്കണം. ഇപ്പം കപ്പയും മേടിച്ചാൽ ഫാമിലിയായിട്ടിരുന്ന് എല്ലാവരും കൂടെ കഴിക്കണം. ഇത് നിങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ബെല്ലൂടെ അടിക്കണേ. നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.